ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസൺ എപ്പോൾ തുടങ്ങുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം നിരാശയിലാണ് എങ്കിലും ഈ മോശം സമയത്ത് അല്പമെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്വന്തം ട്രെയിനിങ് ഫെസിലിറ്റിയായ സാങ്ച്വറിയിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗ് റീജിയണൽ ക്വാളിഫയേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ റിസോഴ്സ് സംഘമാണ് നമ്മുടെ സ്വന്തം ട്രെയിനിങ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമയായ നിഖിൽ ഭരദ്വാജ് ടീം സ്വന്തം ട്രെയിനിങ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വളരെ നാളത്തെ സ്വപ്നമായിരുന്നു ഇതെന്നും ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. അതേസമയം സൂപ്പർ കപ്പിനിടയിൽ ഗോവയിൽ വെച്ച് പരിക്കേറ്റ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സ്ട്രൈക്കർ ശ്രീകുട്ടൻ പരിക്കിൽ നിന്നും മുക്തനായി തിരികെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് കാലിക്കറ്റിലേക്ക് ലോണിലയച്ച മറ്റൊരു മലയാളി താരം മുഹമ്മദ് അജിസൽ വളരെ മികച്ച പ്രകടനമാണ് തന്റെ ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. നിലവിൽ ലീഗിലെ ഇന്ത്യൻ ടോപ്പ് സ്കോററായ അജിസലിന് ടൂർണമെന്റിലെ മികച്ച ഗോൾ വേട്ടക്കാരനാവാനുള്ള അവസരം ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ടീം സെമി ഫൈനലിലെ യോഗ്യത നേടിയിട്ടുണ്ട്. അങ്ങനെ ചില പോസിറ്റീവ് കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യൻ സൂപ്പർ ലീഗ് എപ്പോൾ തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ആശങ്ക നിലനിൽക്കുന്നത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്.